നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. കൊല്ലവർഷം 1200 ആണ്ടിലെ പുതുവർഷ ഫലം. അനിഴം നക്ഷത്രം. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചതായ വ്യക്തികൾക്ക് വ്യാഴം മേടം 31 വരെ കളത്രസ്ഥാനത്തിലും അതിനുമേൽ രന്ധ്രത്തിലും, ശനി മീനം 15 വരെ 4-ലും ശേഷം 5-ലും, രാഹു കേതുക്കൾ ഇടവം 4 വരെ പുത്രലാഭത്തിലും അതിനുമേൽ ചതുർത്ഥ കർമ്മത്തിലുമാകയാൽ ഈ വർഷം ഗുണദോഷ സമ്മിശ്രമായ കാലമാണ്. തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയും. നവീനമായിരിക്കുന്ന ചില പദ്ധതികൾ ആവിഷ്കരിക്കുവാനും അത് പ്രാവർത്തികമാക്കുവാനും സാധിക്കുന്നതാണ്. രാജകീയ ബഹുമാനസ്ഥാന ലബ്ധി, ഗൃഹവാഹന ലാഭം തുടങ്ങിയ സൽഫലങ്ങളും അനുഭവമാകും. ദീർഘവീക്ഷണത്തോടുകൂടി ആരംഭിച്ച പദ്ധതികൾ സുഗമമായി മുന്നോട്ടു പോകുന്നതാണ്. വിവാഹാദി മംഗളകാര്യ സിദ്ധി, സൽസന്താന പ്രാപ്തി തുടങ്ങിയ ഗുണങ്ങൾക്കും യോഗമുണ്ട്. കുടുംബത്തിൽ കലഹാന്തരീക്ഷത്തിന് മാറ്റം വരുമെങ്കിൽ കൂടിയും പങ്കാളികൾ തമ്മിൽ ഭിന്നിപ്പ് ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. വരുമാന വർധനവ് ഉണ്ടാകുമെങ്കിലും അനാവശ്യ ചിലവുകളും അതിനൊപ്പം തന്നെ വന്നു ചേരാം. അത് നിമിത്തമായിട്ട് സാമ്പത്തികമായുള്ള ഞെരുക്കങ്ങളും ഉണ്ടായേക്കാം. താമസ സ്ഥലത്ത് നിന്നുമുള്ളതായിരിക്കുന്ന പരിവർത്തനങ്ങൾക്കും ഇട കാണുന്നുണ്ട്. മറ്റുള്ള വ്യക്തികളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് മനസ്സമാധാനക്കുറവും വന്നു ചേരാം. രാഷ്ട്രീയ രംഗത്തിൽ പ്രവർത്തിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്ക് സംഘടനാപരമായിരിക്കുന്ന കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ളതായിരിക്കുന്ന അവസരങ്ങൾ ലഭിക്കുന്നതാണ്. കളവിനും വഞ്ചനയ്ക്കും അടിമപ്പെടുവാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും വിശാല വീക്ഷണം വേണ്ടതായുണ്ട്. പുതിയ ചില വ്യക്തികളുമായിട്ടുള്ളതായിരിക്കുന്ന സൗഹൃദങ്ങൾ നിമിത്തവും പ്രശ്നങ്ങൾ ഉടലെടുക്കപ്പെട്ടേക്കാം. തർക്കങ്ങളിൽ നിന്നും വാദപ്രതിവാദങ്ങളിൽ നിന്നും പരമാവധി ഒഴിഞ്ഞു മാറി നിൽക്കണം. ആരോഗ്യ വിഷയത്തിലും കാര്യമായ ശ്രദ്ധ വേണ്ടതായുണ്ട്. രക്തസംബന്ധമായോ ഞരമ്പ് സംബന്ധമായോ ഉള്ളതായിരിക്കുന്ന അസുഖങ്ങളും ബുദ്ധിമുട്ടിപ്പിച്ചേക്കാം. ദോഷപരിഹാരാർത്ഥമായി മാസം പ്രതി ജന്മനക്ഷത്രം തോറും നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ അർച്ചന മുതലായ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ചു വരുന്നതും നരസിംഹ യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണം ചെയ്യും. എല്ലാവർക്കും ഐശ്വര്യം നിറഞ്ഞൊരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.